ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് പ്രധാനമായും അപ്പസ്തോലപ്രവൃത്തികളുടെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിൻ്റെ 37 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിലാണല്ലോ. അതിൽ പ്രധാനമായും നാം ചിന്തിച്ചത് മാനസാന്തരവും സ്നാനവും എന്ന 2 വിഷയങ്ങളെ അധികരിച്ചായിരുന്നല്ലോ. മാനസാന്തരം ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയമാണ്. ഒരു ദൈവ പൈതലിന് അനിവാര്യമായി അത്യാവശ്യമായി വേണ്ടത് അതാണ്. വീണ്ടും ജനനത്തിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് മാനസാന്തരമാണ്. മാനസാന്തരത്തോടനുബന്ധിച്ച് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിക്കുമ്പോൾ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തി ദൈവ പൈതലായിത്തീരുന്നു, അല്ലെങ്കിൽ വീണ്ടും ജനിക്കുന്നു, അല്ലെങ്കിൽ ജീവൻ്റെ പുസ്തകത്തിൽ ആ വ്യക്തിയുടെ പേര് എഴുതപ്പെടുന്നു. ജനനം മാത്രമേ നടന്നിട്ടുള്ളൂ. വീണ്ടും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ, പഠിപ്പീരുകളെല്ലാം ശ്രദ്ധിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ 2-ാം അധ്യായം നമ്മൾ വായിച്ച തിരുവചന ഭാഗത്തിൽ മറ്റൊരു കാര്യം കൂടി പത്രോസ് ഓർമ്മിപ്പിക്കുന്നത് നമുക്കിന്ന് ഗൗരവമായി അല്പമായി ഒന്ന് ചിന്തിക്കാം. ഇവിടെ പൗലോസ് പറയുകയാണ്, എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. എന്നിട്ട് പറയുന്ന വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ എല്ലാവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ഈ കൽപ്പന 2 അനുസരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടുകയും സ്നാനമേൽക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടുകയും പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കുകയും ചെയ്യുന്നു. ഈ 2 കൽപ്പനകൾ അനുസരിക്കുമ്പോൾ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ ആ കൽപ്പന അനുസരിച്ച വ്യക്തിയുടെ മേൽ പകരുകയാണ്. നമ്മളെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, യേശുക്രിസ്തു പോലും സ്നാനപ്പെടേണ്ട ആവശ്യമില്ലാതിരുന്നിട്ടും നമുക്കൊരു മാതൃക എന്ന വേണം. യേശുക്രിസ്തു സ്നാപയോനിൻ്റെ സ്നാനമേറ്റ് യോർദാൻ നദിയിൽ കരകയറിയപ്പോൾ സ്വർഗം തുറന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് ദൈവശബ്ദം കേൾപ്പിക്കുകയും പ്രാവെന്ന പോലെ ദേഹരൂപത്തിൽ പരിശുദ്ധാത്മാവ് തൻ്റെ മേലിറങ്ങി ഒന്ന് തന്നിൽ ആവസിക്കുകയും ചെയ്തു എന്ന് നാം ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോൾ ആ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുകയാണ്. ഇതുപോലെ ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി യഥാർത്ഥമായ ആഴമായ മാനസാന്തരം ഉണ്ടായി തൻ്റെ കുറവുകളെല്ലാം കർത്താവിനോട് ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച ശേഷം വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റ് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ അകത്തെ മനുഷ്യനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ജീവൻ നൽകി ആ മനുഷ്യനെ വീണ്ടും ജനിപ്പിക്കുന്ന പ്രക്രിയയാണ് വീണ്ടും ജനനം എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഇതിനകത്ത് പ്രധാനമായി നാം ചിന്തിക്കേണ്ടത് ഈ പരിശുദ്ധാത്മദാനം എന്ന വിഷയത്തെ പറ്റിയാണ്. ഇതിലെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരെല്ലാം പറയുന്നത് 3-ാമത്തെ വിഷയമായിട്ട് പറയുന്നത് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ വിഷയത്തെപ്പറ്റി നമുക്ക് അല്പമായി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. യേശുക്രിസ്തു പോലും നമുക്കറിയാം, അപ്പസ്തോലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. അതിന് തൊട്ടു മുൻപുള്ളൊരു വാക്യമുണ്ടല്ലോ, കർത്താവിന് പറയുകയാണ്, അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ആ വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം ലഭ്യതയ്ക്ക് വേണ്ടി ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ 2-ാം അധ്യായത്തിൽ കാണുന്ന പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായ സാന്നിധ്യം വെളിപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മ സ്നാപകനെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തി എന്നാൽ യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനപ്പെടുത്തുമെന്ന് സ്നാപകൻ പറഞ്ഞ സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരെ ഉത്ബോധിപ്പിക്കുകയാണ്, നിങ്ങൾ യെരൂശലേമിൽ വാങ്ങിപ്പോകാതെ പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന്.
അങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ മേൽ ദൈവം തൻ്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ അയച്ച ഭാഗമാണ് അതിൻ്റെ 6-ാം വാക്യം മുതൽ 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ നമ്മൾ കാണുന്നത്. ഒരു വലിയ മുഴക്കമുണ്ടായില്ലേ? അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികൾ, 5-ാം വാക്യം 2-5. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ എന്ന് പറയുന്ന ഭാഗം ശ്രദ്ധിച്ചു നോക്കൂ. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാതെ ഗലീലക്കാരായ കുറേ സാധുക്കളായ ആളുകളാണ്. പല ഭാഗത്തു നിന്നും 15-16 ഭാഷക്കാർ വന്നുകൂടി അവരവരുടെ ഭാഷകളിൽ ഈ ശിഷ്യന്മാർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവർ ഭ്രമിച്ചു പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്യഭാഷ എന്ന വിഷയം നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിൽ സാമാന്യമായി വിശദമായി വിവരിക്കുന്നുണ്ട്. എന്നാൽ അതിനെപ്പറ്റി ഒരു വലിയ വിവാദമുണ്ട്. അതായത് അന്യഭാഷ എന്ന് പറഞ്ഞാൽ എൻ്റെ പഠനത്തിലും ചിന്തയിലും ഉരുത്തിരിഞ്ഞ ആശയം എൻ്റെ ശ്രോതാക്കളോട് ഞാൻ പങ്കുവയ്ക്കട്ടെ. അന്യഭാഷയ്ക്ക് 2 വേർതിരിവുകളുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിനങ്ങനെ വചനത്തിൽ എന്ത് തെളിവെന്ന് ചോദിച്ചാൽ കൃത്യതയോടെ ഇന്ന വചനത്താൽ ഇന്നതാണ് എന്ന് പറയുന്ന സ്ഥാപിക്കാൻ തക്കവണ്ണം എൻ്റെ മുന്നിൽ തെളിവില്ലെങ്കിലും ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിടത്തോളം പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വെളിപ്പാടും കാഴ്ചപ്പാടും ഇന്നതാണ് എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയ നിഗമനങ്ങൾ ശ്രോതാക്കളോട് പങ്കിടാം. ഒന്നാമത്, ഈ അന്യഭാഷാ പദത്തെ ഞാൻ 2ആയി വിഭജിക്കുകയാണ്. ഒന്ന് മറുഭാഷയും മറ്റൊന്ന് അന്യഭാഷയും. മറുഭാഷ എന്ന് പറഞ്ഞാൽ ആ പറയുന്ന വ്യക്തിക്ക് പോലും മനസ്സിലാകാത്ത ഒരു ഭാഷയാണ്. അന്യഭാഷ എന്ന് പറഞ്ഞാൽ കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ്. ഇവിടെ നാം 6-ാം വാക്യത്തിൽ 2-ാം അധ്യായത്തിന് 6-ാം വാക്യത്തിൽ കേട്ടില്ലേ? ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. അപ്പോൾ തന്നെ അതിൻ്റെ 13-ാം വാക്യത്തിൽ മറ്റൊരു വാക്യമുണ്ട്, ഇവർ പൊതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു. അപ്പോൾ ഈ പരിഹസിച്ച് പറഞ്ഞവർക്ക് ഈ ശിഷ്യന്മാർ പറഞ്ഞ അപ്പസ്തോലന്മാർ പറഞ്ഞ വാക്കൊന്നും മനസ്സിലായി കാണില്ല. എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ അവർക്ക് തോന്നി, അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ ഭാഷയിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ 13-ാം വാക്യത്തിൽ പറഞ്ഞ വ്യക്തികൾ കേട്ടത് മറുഭാഷയും 6-ാം വാക്യത്തിൽ പറഞ്ഞ ആ ശിഷ്യന്മാർ, അതായത് വന്നുകൂടിയ ജനം കേട്ടത് അന്യഭാഷയുമാണ് എന്ന് വ്യാഖ്യാനിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആരെങ്കിലും ചോദ്യം ചെയ്താൽ എനിക്ക് ഉത്തരം പറയാനില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ ഒരു നിഗമനം എന്നതിൽ കവിഞ്ഞ് പിന്നെ ചില വചന തെളിവുകൾ കൂടി എനിക്കതിനോട് ചേർത്ത് പറയാനുണ്ടെങ്കിലും അതങ്ങനെ തന്നെയാണെന്ന് ഖണ്ഡിതമായി പറഞ്ഞ് സ്ഥാപിക്കാൻ എനിക്കാവില്ല. അതിനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇവിടെ ഓരോരുത്തൻ താങ്കളുടെ ഭാഷയിൽ ഈ ശിഷ്യന്മാർ പറഞ്ഞത് കേട്ട് ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസംഗിച്ചിട്ട് അമ്പലന്ന് പോയി എന്ന് പറയുമ്പോൾ അതാണ് അന്യഭാഷ. ഒരു പക്ഷേ എൻ്റെ ശ്രോതാക്കളിൽ പലർക്കും കേട്ടിട്ടുണ്ടാവാം, യാതൊരു വിദ്യാഭ്യാസമില്ലാത്ത ചില സഹോദരിമാരുമൊക്കെ മറ്റു ഭാഷകളിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് സാക്ഷ്യം കേട്ടിട്ടുണ്ടാവാം. സ്കൂളിൽ പോലും പോകാത്തവർ പോലും ഇംഗ്ലീഷ് മനോഹരമായി സംസാരിക്കുന്നു, ഹിന്ദിയിൽ സംസാരിക്കുന്നു, തെലുങ്കിൽ സംസാരിക്കുന്നു, കന്നഡയിൽ സംസാരിക്കുന്നു, അറബി ഭാഷയിൽ സംസാരിക്കുന്നു, വിവിധ ഭാഷകളിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. ഇതൊക്കെയും അന്യഭാഷാവരം കിട്ടിയ ആളുകൾക്ക് പറ്റുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ആ ശ്രോതാക്കളിൽ ആരോ എവിടെയൊക്കെയോ ഈ പറഞ്ഞ ഏതെങ്കിലും ഭാഷകൾ മാത്രം അറിയുന്നവരാണ്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് ആ ശ്രോതാക്കളിൽ ആർക്കോ ചിലർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ സഭകളിൽ ആർക്കെങ്കിലും നൽകിക്കൊണ്ട് അവരോടുള്ള സന്ദേശമായി അന്യഭാഷകളിൽ സംസാരിക്കുന്ന അനുഭവമുണ്ട്.
ഇവിടെ ഈ 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നത് ഈ 15 ഭാഷക്കാർ വന്നിട്ട് അവർക്കൊക്കെ മനസ്സിലാകത്തക്കവണ്ണം അവരവരുടെ ഭാഷകളിൽ സംസാരിച്ചു എന്ന് പറയുമ്പോൾ അന്യഭാഷാ വരം അപ്പസ്തോലന്മാർക്ക് ദൈവം നൽകിയത് കൊണ്ടാണ് അത് സംഭവിച്ചത് എന്നത് സ്പഷ്ടമാണ്. മറുവശത്ത് ഈ 13-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ഇവർ പൊതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു മറ്റു ചിലർ പരിഹസിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കൊന്നും മനസ്സിലാകാത്ത ചില ഭാഷകൾ അവർ സംസാരിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ അവരങ്ങനെ പറയില്ലല്ലോ. അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത മനസ്സിലാകാത്ത ഭാഷകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തികളിലൂടെ സംസാരിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരാം. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നല്ലോ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഇവിടെ വാക്യം കൃത്യമാണ്. ഈ സംസാരിക്കുന്ന വ്യക്തിക്ക് പോലും എന്താ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല, ആർക്കും മനസ്സിലാകുന്നില്ല. ആ വ്യക്തി സംസാരിക്കുന്നത് എന്തുവാണ്? ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് മറുഭാഷാ വരം കിട്ടിയ ആളുകളുടെ സംഭാഷണം. ഈ കൊരിന്ത്യ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്യം ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം എന്ന് വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. അപ്പം ഇവിടെ ഒരു കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ, ഈ അന്യഭാഷ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന മറുഭാഷ. അന്യഭാഷ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ പ്രചാരമുള്ള സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഷ എന്നുള്ള അർത്ഥം. സംസാരിക്കുന്ന വ്യക്തിക്ക് അന്യഭാഷ, പക്ഷെ മറ്റെവിടെയോ മറ്റാർക്കോ മനസ്സിലാകുന്ന ഭാഷ എന്നുള്ള അർത്ഥമാണ്. മറുഭാഷ എന്ന് പറഞ്ഞാൽ പറയുന്നയാൾക്കോ കേൾക്കുന്ന ആർക്കുമോ മനസ്സിലാകാത്ത, സംസാരിക്കുന്ന വ്യക്തി ദൈവത്തോട് പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്ന ഭാഷ എന്ന അർത്ഥമാണ് ഞാൻ കൊടുക്കുന്നത്. അതിന് ഒരു വ്യക്തത മറ്റു രീതിയിൽ പറയാൻ എനിക്ക് അറിയില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ പ്രൊട്ടസ്റ്റന്റ് സഭകളിലൊക്കെ അന്യഭാഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ചില ദേവദാസന്മാർ പറയും, നിങ്ങൾ അഭിഷേകം പ്രാപിക്കാൻ കാത്തിരിക്കണം, അന്യഭാഷാചാരത്തിലുള്ള അഭിഷേക നിറവിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ ആളുകളെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു അഭിഷേകം ആണ്. അഭിഷേകം എന്ന വാക്ക് പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ചിരിക്കുക. രാജാവായി അഭിഷേകം ചെയ്തു, പ്രവാചകനായി അഭിഷേകം ചെയ്തു, അപ്പസ്തോലനായി അഭിഷേകം ചെയ്തു എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. യേശുക്രിസ്തുവിനെ പോലും പിതാവായ ദൈവം അഭിഷേകം ചെയ്ത തിരുവചന ഭാഗം നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ അല്പമായി ഒന്നിച്ച് വായിക്കാറുണ്ടായല്ലോ ദൈവമക്കളെ. ആ വാക്യം കൃത്യമായിട്ട് പറയുന്നത് യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തത് എന്തിനാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ലൂക്കോസ് 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം അവനെ കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ആ വാക്യം ശ്രദ്ധിക്കൂ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ്, അതായത് പിതാവായ ദൈവം, എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണുന്നുണ്ടല്ലോ, യഹോവയുടെ ആത്മാവ് അവൻ്റെ മേലുണ്ട്, അവൻ്റെ മേൽ ആവസിക്കും. ആ ആത്മാവിൻ്റെ 6 വിശേഷണങ്ങളും അതിനോട് ചേർന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. യഹോവയുടെ ആത്മാവ് എന്താണ്, എങ്ങനെയാണ് എന്ന് കൃത്യമായി അവിടെ പറയുകയാണ്. ആ കൊമ്പ്, ആ വേര്, ആ മുളയിൽ, ഫലം കായ്ക്കുന്ന ആ കൊമ്പിൽ യഹോവയുടെ ആത്മാവ് വസിക്കുമെന്ന് യെശയ്യാപ്രവാചകൻ 11-ൽ നമ്മൾ 2-ാം വാക്യത്തിൽ വായിക്കുന്നു. ഇവിടെയും യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ
ആ പുസ്തകത്തിലെ റെഫറൻസാണ് ഇവിടെ പറയുന്നത്. യെശയ്യാപ്രവാചന പുസ്തകം അതിൻ്റെ 61-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്ന വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. അത് ദരിദ്രരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അഭിഷേകം എന്നുള്ളത് പ്രത്യേക ലക്ഷ്യത്തോടെ പിതാവായ ദൈവം ഓരോ വ്യക്തികളുടെ മേൽ പകരുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവും അനുഭവമാണ്, അതോറിറ്റിയാണ്. അങ്ങനെ വിവിധങ്ങളായ ലക്ഷ്യത്തോടെ ദൈവം പല ഭക്തന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്ന് വ്യക്തമായ നിയോഗത്തോടെ അയക്കുന്ന അനുഭവം തിരുവചനത്തിൽ ധാരാളം കാണാൻ കഴിയും. ഈ മറുഭാഷ പറയുന്നത് അത് ഒത്തിരി പേർക്ക് ലഭിക്കുന്നുണ്ട്, സത്യം ശരിയാണ്. പക്ഷെ പൗലോസ് പറയുന്നു എല്ലാവരും മറുഭാഷ പറയുന്നില്ല എന്നാണ് പറയുന്നത്. അതുതന്നെയുമല്ല, നമ്മളതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ മറുഭാഷ സംസാരിക്കുന്നത് നല്ലതാണ്, ദൈവത്തോടാണ് സംസാരിക്കുന്നത് എന്നത് സത്യമാണ്. അത് പറയുന്നതിനോ കേൾക്കുന്നവർക്കോ മനസ്സിലാകുന്നില്ല എന്നതും ശരിയാണ്. അവിടെ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്ന് വിശേഷാൽ പ്രവചിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന ലഭിക്കണമെന്ന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം ഉണ്ടായിരിക്കണം. പക്ഷേ അന്യഭാഷ പറയുന്ന ഒത്തിരി പേരുണ്ടെങ്കിലും വ്യാഖ്യാനിക്കുന്ന ആളുകൾ കുറവായിട്ടാണ് പൊതുവിൽ കണ്ടുവരുന്നത്. അന്യഭാഷയെ വ്യാഖ്യാനിക്കാൻ പദം കിട്ടിയ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. അതുണ്ട്, പക്ഷെ വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് മിക്കവാറും സഭകളിലൊക്കെ അന്യഭാഷ വരം ഉണ്ട് എന്ന് ഭാവിക്കുന്നവരൊക്കെ വേറെ എന്തോ ഭാഷയാണോ സംസാരിക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ, പരിശുദ്ധാത്മാവ് നൽകിയ അന്യഭാഷാ വരം ആണോ എന്ന് സംശയമുണ്ട്. കാരണം സഭാ ശുശ്രൂഷകൻ ഏതെങ്കിലും 1-2 പാട്ടങ്ങ് പാടി തീരാറാകുമ്പോഴേക്കും അടിച്ചു പൊളിച്ച് കുറേ ആവേശം, കുറേ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി, തമ്പേറുണ്ടെങ്കിൽ അടിച്ചു പൊളിച്ച് അത് ഒച്ചയുണ്ടാക്കി ആളുകളെ ഉന്മാദത്തിലേക്ക് നയിച്ച് ആ സമയത്ത് എന്തൊക്കെയോ കുറേ ആളുകൾ വിളിച്ചു പറയും, അന്യഭാഷയാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മറുഭാഷയാണെന്ന് പറഞ്ഞ് കുറേ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. കുറഞ്ഞ അട്ടഹസിക്കുകയും ബഹളമുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു. എനിക്കത് മനസ്സിലാകുന്നില്ല. ആത്മാർത്ഥമായി സത്യസന്ധമായി മറുഭാഷ പറയുന്നവരും കണ്ടേക്കാം അതിനകത്ത്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഈ മറുഭാഷയിൽ സംസാരിക്കുന്നത് ദൈവത്തോട് സംസാരിക്കുകയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ അട്ടഹസിക്കുന്നതിനാണ്. ഞാനിപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഒരു കാര്യം സംസാരിക്കുമ്പോൾ സാധാരണ സംസാരിക്കുന്നത് പോലെ ശാന്തമായി കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകത്തക്കവണ്ണം അല്ലേ സംസാരിക്കുന്നത്. അതിന് അട്ടഹസിക്കേണ്ടതെയും ഒച്ച വയ്ക്കേണ്ടതും ബഹളം വയ്ക്കേണ്ടതെയും ആർത്തട്ടഹസിക്കുന്നതിലും വല്ല കാര്യമുണ്ടോ? ദൈവത്തോട് സംസാരിക്കുമ്പോൾ എത്രയോ മനസ്സിൽ ചിന്തിച്ചാൽ പോലും ദൈവത്തിന് മനസ്സിലാക്കാൻ കഴിയില്ലേ? അങ്ങനെയുള്ള ദൈവമല്ലേ നമ്മുടേത്? ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ പ്രത്യേകിച്ച് ബഹളം വയ്ക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ ബഹളം വയ്ക്കലൊക്കെ ഒരു തരം ഇക്കിളിപ്പെടുത്താൻ വേണ്ടി, ഒരു ആവേശം ജനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കൃത്രിമമായ തന്ത്രങ്ങളാണ് എന്ന് എനിക്ക് സംശയം തോന്നിപ്പോകാറുണ്ട്. അതിൻ്റെ സത്യാവസാനം വിലയിരുത്താൻ അതിനപ്പുറം എനിക്കറിയില്ല. എന്തായാലും പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത് കുറേ കഴിയുമ്പോൾ പിന്നെ അത് ഇങ്ങനെ ആവേശം മൂത്ത് കുറേ കഴിയുമ്പോൾ തടുത്തങ്ങ് നിൽക്കുകയും ചെയ്യും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വ്യാഖ്യാനി വേണമെന്നാണ്. അതിൻ്റെ തന്നെ അതേ അധ്യായത്തിൻ്റെ തന്നെ 26-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വന്നാൽ അവിടെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. പക്ഷെ മിക്കവാറും സഭകളിൽ വ്യാഖ്യാനമില്ലല്ലോ. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക്. സകലവും ആത്മീയ വർദ്ധനയ്ക്കായി ഉതകട്ടെ. എന്നിട്ട് 27-ാം വാക്യം പറയുന്നു, ശ്രദ്ധിക്കൂ. അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുത്തൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. അടുത്ത പദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. ഇവിടെ ഈ വാക്യം ഇത്ര ക്ലിയറാണ്. മറുഭാഷയിൽ സംസാരിക്കുന്നത് ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അത് മനസ്സിൽ പറഞ്ഞാലും ദൈവം കേൾക്കും, മനസ്സിലാകുന്നുണ്ടല്ലോ. പിന്നെ വ്യാഖ്യാനി സഭയിലില്ലെങ്കിൽ, അല്ലെങ്കിൽ മറുഭാഷ പറയുന്നത് എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ വരം കിട്ടിയ ആൾ സഭയിലില്ലെങ്കിൽ ആ വ്യക്തി ഒച്ച വയ്ക്കാനും ബഹളം വയ്ക്കാനും പാടില്ലെന്നാണ് പൗലോസ് പറയുന്നത്.
അത് ദൈവത്തോട് ശാന്തമായ മനസ്സിൽ സംസാരിക്കുക, അങ്ങനെ പറയുന്നത്. അതിന് പകരം ഇന്ന് ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത് അന്യഭാഷ പറഞ്ഞാണ്, അല്ലെങ്കിൽ മറുഭാഷ പറഞ്ഞ. അത് ദൈവത്തിൽ നിന്നാണോ വേറെ ഏതെങ്കിലും മനുഷ്യാത്മാവിലാണോ ദുരാത്മാവിലാണോ എന്ന് വിധിയെഴുതാൻ ഞാൻ ആളല്ല. എന്തായാലും സംസാരിക്കുന്നവർ സ്വയം അതിനെപ്പറ്റി പരിശോധിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. സത്യത്തിൽ മറുഭാഷ എന്നുള്ളതുകൊണ്ട് ഞാൻ ആദ്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഭാഷാവലം രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് മറുഭാഷ, ഒന്ന് അന്യഭാഷ. അന്യഭാഷ ആർക്കോ മനസ്സിലാകാൻ വേണ്ടി ദൈവം വ്യക്തികൾ കൂടി സംസാരിക്കുന്നതാണ്. അന്യഭാഷയെ പറയുമ്പോൾ അവിടെ അന്യഭാഷയ്ക്ക് മനസ്സിലാകുന്ന ഏതോ ഒരു വ്യക്തി ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അന്യഭാഷ പറയുന്ന ദൈവം അനുവദിക്കേണ്ട ആവശ്യമില്ലല്ലോ. മറുഭാഷ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, മറുഭാഷ പറയുന്ന വ്യക്തിക്കോ കേൾക്കുന്ന ആർക്കുമോ മനസ്സിലാകത്തില്ല. അത് ദൈവത്തോട് മാത്രം സംസാരിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ്, ആത്മനിറവിൻ്റെ അനുഭവമാണ്, ആത്മസ്നാനത്തിൻ്റെ തെളിവുമാണ്. പക്ഷേ അത് സഭയിൽ പറയണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ ആൾ വേണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ദൈവത്തോട് മറുഭാഷയിൽ സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. നമ്മൾ നടക്കുമ്പോഴോ ഡ്രൈവ് ചെയ്യുമ്പോഴോ കുളിക്കുമ്പോഴോ ഒക്കെ ദൈവത്തോട് സംസാരിക്കാം, മറുഭാഷയിൽ സംസാരിക്കുന്നത് തെറ്റുമില്ല. പക്ഷെ സഭയിൽ വന്ന് ബഹളം വെച്ച് വെറുതെ മറ്റുള്ളവർക്ക് അരോചകത്വം ഉണ്ടാക്കുന്ന ഒരുതരം ആഭാസം എന്ന പദം ഞാൻ പറയാൻ അർഹ്യപ്പെട്ടാണോ എന്ന് എനിക്ക് പേടിയുണ്ട്. എങ്കിലും ഒന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇതൊന്നും പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഈ വിഷയം ഗൗരവമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യണമേ. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം തൽക്കാലം വിടുകയാണ്. നമ്മൾ ചിന്തിച്ചു വരുന്നതിൻ്റെ ആകത്തോ ഇതാണ്: യഥാർത്ഥമായ മാനസാന്തരമുണ്ടായ ഒരു വ്യക്തി കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ ദൈവം വാഗ്ദത്തമായ തൻ്റെ പരിശുദ്ധാത്മാവിനെ ആ വ്യക്തിയുടെ മേലയച്ച് തൻ്റെ അകത്തെ മനുഷ്യനെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജീവൻ നൽകി വീണ്ടും ജനാനുഭവത്തിലേക്ക് നയിക്കുന്ന മഹത്തായ അത്യത്ഭുതകരമായ ഒരു അനുഭവമാണ് പത്രോസ് അപ്പോസ്തലൻ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ ഈ 37-38 വാക്യങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത് എന്നത് എനിക്ക് തോന്നുന്നു. അതിൻ്റെ 39-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മദാനം ലഭിക്കും, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം അടുത്ത 40 വാക്യങ്ങളുടെ ആഴങ്ങളിലേക്ക് പരിശോധിക്കാനും ചിന്തിക്കാനും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും സർവശക്തൻ കൃപ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. കേൾവിക്കാരായ ഏവരെയും സർവശക്തനായ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.